നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കച്ചവട മനസ്സോടെ രോഗികളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിന് മുന്നിൽ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. CPM എളേരി ഏരിയ കമ്മിറ്റിക്ക് ഭീമനടിയിൽ നിർമ്മിച്ച EMS മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ കാസർഗോഡ് നഗരസഭയിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജനുവരി 21 സംഘടിപ്പിക്കും. ക്യാൻസർ വിമുക്ത നാട് ലക്ഷ്യമാക്കി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാൻ വി ക്യാൻ പദ്ധതി നടപ്പിലാക്കാൻ ഭരണസമിതി തീരുമാനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കച്ചവട മനസ്സോടെ രോഗികളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ അവർകളെ ശിലാസ്ഥാപനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് 8 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം ഒരുങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് ചികിത്സ തേടി മാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കാകെ വളരെ അധികം ആശ്വാസം നൽകുകയാണ് ചെയ്യുക. ഇപ്പോൾ വിദഗ്ധ ചികിത്സക്കായി മംഗലാപുരത്തെ ആശുപത്രികളെയാണ് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതോടെ അതിന് വലിയ കുറവുകൾ സംഭവിക്കും. ഇവിടെ തന്നെ നല്ലതുപോലെ ചികിത്സ നടത്താൻ കഴിയും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി നബാർഡ് അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായാണ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. ആശുപത്രികൾ കച്ചവട മനസ്സോടെ രോഗികളെ കാണാൻ പാടില്ലെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആരോഗ്യ നയമാണ് സർക്കാർ നടപ്പാക്കുന്നത്. ഒരു തരത്തിലും കച്ചവട മനസ്സോടെ മുന്നിലിരിക്കുന്ന രോഗിയെ കാണാൻ പാടില്ല. അതിന് സൂചിപ്പിക്കാനുള്ളത് ചിലരെങ്കിലും അനാവശ്യ ടെസ്റ്റുകൾക്ക് നിർബന്ധിക്കുന്നുണ്ട്. ആവശ്യമായ ടെസ്റ്റുകൾ വേണ്ടത് തന്നെയാണ്. എന്നാൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനാവശ്യ ടെസ്റ്റുകളിലേക്ക് പോകാൻ പാടില്ല. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സേവനം നടത്തിയ LBS കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ചടങ്ങിൽ ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, MLA മാരായ PB അബ്ദുൾ റസാഖ്, NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ജില്ലാ കലക്ടർ ജീവൻ ബാബു, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തറക്കല്ലിടൽ ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുവമോർച്ചയുടെ കരിങ്കൊടി. കണ്ണൂരിലെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി നബാർഡിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിനായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ പിണറായി വിജയൻ എഴുന്നേൽക്കുന്നതിനിടെയായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കൊടി പ്രയോഗം. സദസ്സിന്റെ പിൻനിരയിൽ നിന്നാണ് കരിങ്കൊടിയുമായി പ്രവർത്തകർ വേദിയിലേക്ക് എത്തിയത്. കരിങ്കൊടി കാട്ടിയ BJP പ്രവർത്തകരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂരിലെ കൊലപാതകം കണക്കിലെടുത്ത് ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ലാഭേച്ഛയില്ലാതെയാവണം ആത്മീയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരിയയിലെ സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സത്യസായിയുടെ സ്ഥാപനങ്ങൾ എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആത്മീയത മതാതീതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മീയ രംഗത്തെ ചില സ്ഥാപനങ്ങൾ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധി അനുസരിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരിയ സായി ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല, മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. അതിലേറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടരിൽ ആരായാലും ലാഭേച്ഛ പാടില്ല. സത്യസായി ബാബയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനക്കുള്ള പ്രത്യേകതയും സത്യസായി ബാബ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേകതയും ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സർക്കാരിന്റെ സഹായത്തോടെയാണ് 36 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പട്ടയ വിതരണം നടത്തി. സത്യസായി ഗ്രാമത്തിൽ ആരംഭിക്കുന്ന ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പി കരുണാകരൻ എം പി നിർവഹിച്ചു. സത്യസായി ഗ്രാമത്തിലെ ആംഫി തിയേറ്റർ കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സോളാർ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം സായിഗ്രാമം ബ്രാൻഡ് അംബാസിഡർ നടൻ ജയസൂര്യ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി, VPP മുസ്തഫ, ഉഷ, സതീശൻ വെള്ളച്ചാൽ, ജില്ലാ കളക്ടർ K ജീവൻ ബാബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭീമനടിയിൽ EMS മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPM എളേരി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് കെട്ടിടം. CPM-കാരെന്നോ ഇടതുപക്ഷക്കാരെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ആകാവുന്ന രീതിയിൽ ഇടപെട്ട് പരിഹരിക്കാനാണ് എപ്പോഴും പാർട്ടി പ്രവർത്തകർ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ ഒരു അഭയകേന്ദ്രം എന്ന നിലക്ക് കൂടിയാണ് ഇത്തരം ഓഫീസുകളെ നാട്ടുകാർ കാണുന്നത്. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിൽ ആരോപണ വിധേയരായ സ്ഥിരം സമിതി അധ്യക്ഷ അടക്കമുള്ളവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി പങ്കെടുത്ത ജനറൽ ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിലും പ്രതിഷേധവുമായി BJP കൗൺസിലർമാർ. ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം കൗൺസിൽ ഹാളിലേക്ക് എത്തുന്നതിനിടെയാണ് BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുകയാണെന്ന് അധ്യക്ഷയും ഭരണപക്ഷാംഗങ്ങളും പറഞ്ഞുവെങ്കിലും ആരോപണ വിധേയരെ പുറത്താക്കണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം. കൗൺസിൽ യോഗങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയാൽ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമെന്നാണ് സമിതി അധ്യക്ഷരുടെ അഭിപ്രായം. കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തിയ BJP അംഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുത്ത ജനറൽ ആശുപത്രി തറക്കല്ലിടൽ ചടങ്ങിലും പ്രതിഷേധം നടത്തി. അട്ടിമറിച്ച നഗരസഭ ചെയർപേഴ്സൺ രാജിവെക്കുക. ചെയർപേഴ്സൺ നീതി പാലിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കുക. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജനുവരി 21 കാസർഗോഡ് വെച്ച് നടക്കും. കോസ്മോസ് ഓഡിറ്റോറിയത്തിലെ NH അൻവർ നഗറിൽ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 21 ശനിയാഴ്ച രാവിലെ 10:30 ബീരന്ത് ബയൽ കോസ്മോസ് ഹാളിൽ വെച്ച് കാസർഗോഡ് SP ശ്രീ KG സൈമൺ അവർകൾ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അന്നേ ദിവസം തന്നെ കൺവെൻഷൻ്റെ മുഖ്യാതിഥിയായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. കുറഞ്ഞ നിരക്കിൽ ജില്ലയിലെ മുഴുവൻ വീടുകളിലും ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ സംഘടന സുസജ്ജമാണെന്നും നേതാക്കൾ അറിയിച്ചു. വളരെ ചുരുങ്ങിയ രീതിയിലും വളരെ സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നത് കേരള വിഷൻ്റെ വരിക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞു. ഏതാനും
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലോഞ്ചിങ് കാസർഗോഡ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷൻ എന്തുകൊണ്ടും ഇവിടുത്തെ വരിക്കാർക്ക് എന്നതിലുപരി ഇവിടുത്തെ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. സതീഷ് കെ പാക്കം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷന്റെ കീഴിലുള്ള കമ്പനികളിലെ മുൻനിര നേതാക്കളായ അബൂബക്കർ സിദ്ദിഖ്, ബിനു ശിവദാസ്, K ഗോവിന്ദൻ, K സജീവ് കുമാർ, K പ്രദീപ് കുമാർ, TV മോഹനൻ, ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ഷുക്കൂർ കോളിക്കര, MR അജയൻ, പുരുഷോത്തം നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാൻസർ വിമുക്ത നാട് ലക്ഷ്യമാക്കി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. ക്യാൻ വി ക്യാൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. ക്യാൻസർ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഞ്ചേശ്വരത്തിന്റെ രോഗഭീതി അകറ്റുവാനായാണ് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് ക്യാൻ വി ക്യാൻ എന്ന പദ്ധതിയുമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജനുവരി 20, 21 തീയതികളിലായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രധാന പ്രദേശങ്ങളിൽ കലാജാഥ, തെരുവു നാടകം തുടങ്ങിയവയും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കന്നഡ, മലയാള ഭാഷകളുടെ ഒരു മേഖല എന്ന നിലക്ക് ക്യാൻ വി ക്യാൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി സമ്പൂർണ്ണ ക്യാൻസർ രഹിത ഒരു ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ആദ്യ പരിപാടി എന്ന നിലക്ക് ഈ ജനുവരി മാസം 23, 24 തീയതികളിലായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മങ്ങൽപ്പാടി CSCയിലും മഞ്ചേശ്വരം CSCയിലും ക്യാൻസർ നിർണയ ക്യാമ്പ് ഞങ്ങൾ നടത്തുകയാണ്. മലബാറിലെ പുതിയ ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയായ മലബാർ ക്യാൻസർ സെൻ്ററിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹകരണത്തോടുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, മമത ദിവാകർ, പ്രസാദ് റായി, അബ്ദുള്ള, ഡോക്ടർ രാജേഷ്, K മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാതല നിക്ഷേപക സംഗമം കാസർഗോഡ് സിൻഡിക്കേറ്റ് ബാങ്ക് ഹാളിൽ നടന്നു. വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊർജിത വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. അവരുടേതായ വ്യവസായത്തിൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ജനറൽ മാനേജർ, ബാക്കി സ്റ്റാഫൊക്കെ അവരുടെ എല്ലാ സഹായം നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ശോഭനമായ ഭാവി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ SYOB പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ KT സുഭാഷ് നാരായണൻ, ഫിറോസ് ഖാൻ, അബ്ദുൽ സലാം, CN പ്രദീപ് കുമാർ, CS രമണൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം ഇൻഫാന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എക്സിബിഷൻ നടന്നു. സയൻസ്, മാത്സ് വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികളുണ്ടാക്കിയ മോഡൽ എക്സിബിഷനിൽ ശ്രദ്ധേയമായി. സ്കൂളിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായാണ് പ്രത്യേക എക്സിബിഷൻ സംഘടിപ്പിച്ചത്. പ്രദർശനം കാണാൻ രക്ഷിതാക്കളടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ബലൂണുകൾ കൊണ്ടുള്ള പ്രദർശനങ്ങൾ, പൂക്കൾ കൊണ്ടുള്ള ബൊക്കേകൾ തുടങ്ങിയവ എക്സിബിഷന്റെ പ്രത്യേകതയായിരുന്നു. തെർമോക്കോളുകൾ കൊണ്ടുള്ള വിവിധ വസ്തുക്കളും കുട്ടികളുടെ ക്രിയാത്മകതയ്ക്ക് മാറ്റുകൂട്ടി. കുട്ടികളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ഓർമ്മകൾ ഒളിച്ചുവെക്കാനുള്ളതല്ല. രോഹിത് വേമുലയുടെ ചരമദിനത്തിൽ AIYF പോരാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വേമുലയുടെ ചരമദിനത്തിൽ AIYFന്റെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മകൾ ഒളിച്ചുവെക്കാനുള്ളതല്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. AIYF സംഘടിപ്പിച്ച പോരാളികളുടെ സംഗമം സംസ്ഥാന കൗൺസിൽ അംഗം അജയ് ആവള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം ഈ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കൈവരിക്കുമെന്നതായിരുന്നു. ഇന്ത്യ എന്ന രാജ്യം ഒരു സാമൂഹ്യ ക്രമത്തിൽ ജാതിഭേദങ്ങളില്ലാത്ത, മതപരമായ വേർതിരിവുകളില്ലാത്ത സോഷ്യലിസ്റ്റ് സെക്കുലർ സമ്പദ്ഘടനയെയും സാമൂഹ്യ വ്യവസ്ഥയെയും കൈവരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. We the people of India having solemnly resolved to constitute India into a sovereign socialist secular democratic republic. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവാചകമാണ്. പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ, പ്രസിഡന്റ് ബിജു ഉണ്ണിത്താൻ, കരുണാകരൻ കുന്നത്ത്, അനിതാ രാജൻ, M ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
കുട്ടികളുടെ സർഗവാസനകളെ ഉണർത്താൻ ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂളിലെത്തിയത് കോമാളികൾ. കൊച്ചിൻ ബിനാലെയുടെ ഭാഗമായി പര്യടനം നടത്തുന്ന ആർട്ട് ബൈ ചിൽഡ്രൻ പ്രവർത്തകരാണ് കുട്ടികൾക്ക് മുന്നിൽ കഥകളുടെ ചെപ്പ് തുറന്നത്. കുട്ടികളിലെ സർഗവാസനകളെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തെ 22 വിദ്യാലയങ്ങളിൽ പര്യടനം നടത്തുന്ന ആർട്ട് ബൈ ചിൽഡ്രൻ പ്രവർത്തകരാണ് ചന്തേര സ്കൂളിൽ എത്തിയത്. കൊച്ചിൻ ബിനാലെയുടെ ഭാഗമായാണ് പര്യടനം. കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുത്ത ഏക വിദ്യാലയമായിരുന്നു ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ. കോമാളി വേഷം കെട്ടിയെത്തിയ കലാകാരന്മാർ ചുറ്റും കൂടിയ കുട്ടികളോട് കഥ പറഞ്ഞു. ആടിയും പാടിയും നടത്തിയ കഥാവതരണം കുട്ടികളുടെ സർഗവാസനകൾ ഉണർത്താനും സഹായകരമായി. ഒരു കഥ സന്ദർശകർ തുടങ്ങുകയും കുട്ടികൾ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു കലാകാരന്മാർ പ്രകടനം കാഴ്ചവെച്ചത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചു കളിപ്പാട്ട നിർമ്മാണത്തിലും പരിശീലനം നൽകി. കുട്ടികൾ വിദ്യാലയത്തിൽ നിന്നും മടങ്ങിയത് ഓരോ കളിപ്പാട്ടവും കൊണ്ടായിരുന്നു. അരുൺലാൽ, അഖിൽ, ജിഷ്ണു എന്നിവരായിരുന്നു പരിശീലകർ. ഫാർമസിസ്റ്റുകളുടെ സേവന വേതന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഫാർമസിസ്റ്റ് ഉന്മൂലനത്തെ ചെറുക്കുക, ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ കർശനമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തെറ്റായ നീക്കത്തിനെതിരായിട്ട് ഉള്ള പ്രതിഷേധമായിട്ടാണ് ഔഷധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഇവിടെ ഫാർമസി രംഗത്ത് ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ചെയ്തികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. KPP ജില്ലാ പ്രസിഡന്റ് കൃഷ്ണവർമ്മ അധ്യക്ഷനായി. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജയകുമാരി, അജിത് കുമാർ A, പ്രിയംവദ, K രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കും ഡിജിറ്റൽ കറൻസിയിലേക്ക്. വ്യാപാരികളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് കോ പൈസ എന്ന പേരിലുള്ള പദ്ധതി. ഇതിന്റെ ഭാഗമായി സഹകാരി സംഗമവും ബോധവൽക്കരണവും നടന്നു. നോട്ട് ക്ഷാമം ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും കാര്യമായി ബാധിച്ച സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം എന്ന നിലയിൽ നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് കോ പൈസ ഡിജിറ്റൽ കറൻസി സംവിധാനം നടപ്പിലാക്കുന്നത്. സാധാരണക്കാർക്ക് പരിമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്താനുള്ളതാണ് ഈ പദ്ധതി. ജില്ലയിലെ ആദ്യത്തെ ഈ സംവിധാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നടന്ന സഹകാരി സംഗമവും ബോധവൽക്കരണ ക്ലാസും നീലേശ്വരം വ്യാപാര ഭവനിൽ കാസർഗോഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ AV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഒന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ന്യൂജൻ ബാങ്കുകൾ. നമുക്കിവിടെ കോർ ബാങ്കിങ് സിസ്റ്റമായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് 2 or 3 കമ്പ്യൂട്ടറുമായിട്ട് വന്ന അവരെ ഇന്ന് നേരിടാൻ നമുക്കറിയാം. ഇന്ന് VSL സർവീസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് 10-20 കമ്പ്യൂട്ടറുകളായിട്ട് കോർ ബാങ്കിങ്ങുമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം. അവരുടെ ആ സോഫ്റ്റ്വെയറുകൾ അല്ല അവരുടെ ആ സൗകര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൽ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. നീലേശ്വരം നഗരസഭയിലെ കച്ചവടക്കാരെയും ഓട്ടോ ടാക്സി ജീവനക്കാരെയും പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി നടന്നത്. നഗരസഭാ കൗൺസിലർ C മാധവി, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റർ ബെന്നി ജോസഫ്, യൂണിറ്റ് ഇൻസ്പെക്ടർ P ലോഹിതാക്ഷൻ, വ്യാപാരികളായ വിനോദ് കുമാർ, K മോഹനൻ എന്നിവർ സംസാരിച്ചു. കോ പൈസ ഡിജിറ്റൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയായ കോഴിക്കോട്ടെ CMന്റെ കസ്റ്റമർ റിലേഷൻ മാനേജർ P അരുൺ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബാങ്ക് സെക്രട്ടറി P രാധാകൃഷ്ണൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് P കുഞ്ഞിമൊയ്തീൻ കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. തൊഴിൽ രഹിതർക്ക് അജാനൂർ പഞ്ചായത്ത് പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് അജാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സമഗ്രമായ തൊഴിൽ സാധ്യത ഉറപ്പാക്കി സ്വയം തൊഴിൽ നേടാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്നതിന് ആന്ധ്ര ബാങ്കിന്റെ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെയാണ് ക്ലാസ് നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ P വത്സൻ ക്ലാസ് കൈകാര്യം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സതി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
കച്ചവട മനസ്സോടെ രോഗികളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിന് മുന്നിൽ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. CPM എളേരി ഏരിയ കമ്മിറ്റിക്ക് ഭീമനടിയിൽ നിർമ്മിച്ച EMS മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ കാസർഗോഡ് നഗരസഭയിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജനുവരി 21 സംഘടിപ്പിക്കും. ക്യാൻസർ വിമുക്ത നാട് ലക്ഷ്യമാക്കി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാൻ വി ക്യാൻ പദ്ധതി നടപ്പിലാക്കാൻ ഭരണസമിതി തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.